അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മളൊക്കെ നിലകൊള്ളുന്നത് പരിശുദ്ധമായ സഫർ മാസത്തിലാണ്. സഫർ മാസത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചില ആളുകൾ എന്തോ ഒരു ദുശകനമുള്ള മാസമാണ് സഫർ മാസം എന്ന് വരെ പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ സഫർ മാസത്തിന് അങ്ങനെ വല്ല പ്രശ്നവുമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ മാസത്തെപ്പറ്റി എന്താണ് ഹദീസിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വിലയിരുത്താം. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ സഫർ മാസം വന്നു കഴിഞ്ഞാൽ ചില ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു രീതി, ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും പ്രത്യേകമായ ബറക്കത്തുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ചില മാസങ്ങളെക്കാൾ മഹത്വമുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങൾക്ക് പ്രത്യേകമായ ബറക്കത്തും മഹത്വവും ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ച് മറ്റുള്ള മാസങ്ങൾക്ക് തീരെ മഹത്വമില്ല എന്നതിന് അർത്ഥമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, ലാ അദ്വ വലാ തുയറത വലാ ഹാമത വലാ സഫർ. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, സഫർ മാസം എന്നുള്ളത് ദുശകനം പിടിച്ചൊരു മാസമാണ്, അതുകൊണ്ട് തന്നെ അതിൽ ഒരു പ്രവൃത്തിയും പാടില്ല എന്ന ഒരു വിലയിരുത്തലും ഒരു അന്ധമായ വിശ്വാസവും ജാഹിലിയ കാലത്തുള്ള ആളുകൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ പാടെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സഫർ മാസത്തിൽ അങ്ങനെ ഒരു അന്ധവിശ്വാസമേ ഇല്ല, ശകുനം പിടിച്ചൊരു മാസമേ അല്ല പരിശുദ്ധമായ സഫർ. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ചില ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചില അന്ധവിശ്വാസങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തതായിട്ട് ഈ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ സഫർ മാസം നമ്മളിൽപ്പെട്ട ചില ആളുകളൊക്കെ വിശ്വസിച്ചതുപോലെ ഒരു ചടങ്ങുകൾക്കും ഒരു ആഘോഷങ്ങൾക്കും പറ്റാത്ത മാസമായിരുന്നുവെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്നെ സഫർ മാസത്തെ ഈ രൂപത്തിൽ നമുക്ക് മുമ്പിൽ വിവരിച്ച് നൽകുമായിരുന്നില്ല. മാത്രവുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു നിമിഷമായിരുന്നു മഹദി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹുമായിരുന്ന വിവാഹം. ആ വൈവാഹിക ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സഫർ മാസത്തിലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹയെ ബഹുമാനപ്പെട്ട ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 4ാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹു റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ഇതുപോലൊരു സഫർ മാസത്തിലായിരുന്നു. അതുപോലെ തന്നെ മദീനയിലേക്ക് വന്നതിന് ശേഷം ആദ്യമായുള്ള അബവായിലേക്കുള്ള സൈനിക നീക്കം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയതും പരിശുദ്ധമായ സഫർ മാസത്തിലായിരുന്നു. അങ്ങനെ ഖൈബർ യുദ്ധവിജയം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇസ്ലാമിക ലോകത്തെ ഒരുപാട് സംഭാവനകൾ, ഒരുപാട് മഹത്വമേറിയ കാര്യങ്ങൾ ഈ പരിശുദ്ധമായ സഫർ മാസത്തിൽ സംഭവിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മോശപ്പെട്ട മാസമായിരുന്നുവെങ്കിൽ ജാഹിലിയ കാലത്തുള്ള ആ ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നില്ല. അങ്ങനൊരു വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം നൽകാര്യങ്ങൾ ഒരിക്കലും തന്നെ ഈ ഒരു മാസത്തിൽ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ സഫർ മാസം ആ രൂപത്തിലുള്ള ഒരു മാസമായിട്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല. അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രതിസന്ധി എന്നുള്ളത് യഥാർത്ഥത്തിൽ വിശ്വാസപരമായ പ്രതിസന്ധിയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ്, അതിൽ കരുത്താർജിച്ച് അവൻ്റെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അവൻ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയമുണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്.
നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആദ്യകാലത്തുള്ള മുഅ്മിനീങ്ങൾ, ഫതഹ് മക്കയ്ക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഅ്മിനീങ്ങളെ പറ്റിയും ഫതഹ് മക്കയ്ക്ക് ശേഷം മക്ക വിജയത്തിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഅ്മിനീങ്ങളായ ആളുകളെ പറ്റിയും പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ വിവരിക്കുന്നുണ്ട്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, മക്ക വിജയത്തിന് മുമ്പ് വന്ന മുഅ്മിനീങ്ങളും മക്ക വിജയത്തിൻ്റെ ശേഷം വന്ന മുഅ്മിനീങ്ങളും ഒരിക്കലും സമന്മാരല്ല, അവർ പദവിയിൽ വ്യത്യാസമുണ്ട്. കാരണം മക്ക വിജയത്തിന് മുമ്പുള്ള മുഅ്മിനീങ്ങൾ സ്വഹാബത്ത് എന്നുള്ളത് അവരൊരുപാട് പ്രതിസന്ധികൾ ഇസ്ലാമെ ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. അത് തരണം ചെയ്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അക്രമങ്ങളും പീഡനങ്ങളും ക്രൂരതകളും ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായ മഹത്വം നൽകി. എന്തുകൊണ്ട്? അവർ പ്രതിസന്ധികളെ തരണം ചെയ്തു എന്നതാണ് ഇതിൻ്റെ കാരണം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഖുർആൻ നന്നായി വായിക്കാനും ഓതാനും അറിയുന്ന ഒരാൾ പാരായണം ചെയ്യുന്നതിനേക്കാളും കൂലി ലഭിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യാൻ പ്രയാസമുള്ള ഒരു വ്യക്തി തപ്പിത്തടഞ്ഞ് അദ്ദേഹം അത് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ആ ശ്രമിക്കുന്ന വ്യക്തിക്ക് നേരത്തെ പറയപ്പെട്ട വ്യക്തിയേക്കാളും പ്രതിഫലം ലഭിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. കാരണം അദ്ദേഹത്തിന് മുമ്പിലുള്ള പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഇങ്ങനെ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി അവൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ, അവൻ്റെ കലുഷിതമായ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്ന് വരുന്ന ആളുകൾക്ക്, കരുത്താർജിക്കുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകമായ മഹത്വം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന സ്ഥലത്ത് ജനിച്ച കുട്ടൻ എന്ന പേരുള്ളൊരു വിദ്യാർത്ഥി, അവൻ പരമദരിദ്രനായിരുന്നു. അവൻ്റെ അധ്യാപകൻ ഒന്ന് മഴ പെയ്താൽ തൻ്റെ കുടിയിലേക്ക് ചോർന്നിലിക്കുന്ന, തൻ്റെ ചെറ്റക്കുടിയിൽ താമസിക്കുന്ന കുട്ടനെന്ന് ആ വിദ്യാർത്ഥിയോട് ഒരു വേള അധ്യാപകൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാകാനാണ് ആഗ്രഹം? സ്കൂളിലെ ക്ലാസ് മുറിയിലെ ഓരോ വിദ്യാർത്ഥിയോടും നിങ്ങൾക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ച സമയം കുട്ടനെന്ന ആ വിദ്യാർത്ഥി പറഞ്ഞത്, എൻ്റെ അയൽവാസിയായ സമ്പന്നനായ ബാബുവുണ്ട്, തൊട്ടടുത്ത് ബാബുവുണ്ട്. ബാബുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതിയെന്ന്. അപ്പോൾ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്ക് 3 നേരം അന്നം സുഭിക്ഷമായി ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം. ഈ വിദ്യാർത്ഥിയുടെ ദാരിദ്ര്യം മനസ്സിലാക്കിയ അധ്യാപകർ ആ കുട്ടിക്ക് പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആ കുട്ടി ഉന്നത സ്കോളർഷിപ്പോടുകൂടി മറ്റു നാടുകളിലേക്ക്, ഡൽഹിയിലേക്കും ലണ്ടനിലേക്കൊക്കെ പഠിക്കാൻ പോവുകയും അങ്ങനെ ആ കുട്ടി വലിയ ഉന്നത റാങ്കുമായി തിരിച്ചു വരികയും ചെയ്തു. ആ സമയത്ത് ലണ്ടനിൽ ആ കുട്ടിയെ പഠിപ്പിച്ച പ്രൊഫസർമാർ തിരിച്ചു വന്നപ്പം നമ്മുടെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട നെഹ്റുജിയോട് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ കുട്ടിയെ ലണ്ടനിലേക്ക് പഠിക്കാൻ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാവുകയും ആ കുട്ടി പഠിച്ച് പിന്നീട് ആ കുട്ടി ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് തിരിച്ചു വരികയും ആ കുട്ടി പിന്നീട് MP-യും കേന്ദ്ര സഹമന്ത്രിയും ആയിത്തീരുകയും അതിനുശേഷം മലയാളികൾക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ കുട്ടി പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്തുകയാണ്. KR നാരായണൻ എന്ന പേരുള്ള ആ കുട്ടി പിന്നീട് നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥി, ആ കുട്ടി ആ രൂപത്തിൽ മാറുകയാണ്. പ്രിയമുള്ളവരെ, തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുമ്പോൾ, കരുത്താർജിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വിജയം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. സഫർ മാസത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, ജാഹിലിയ കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഇപ്പോഴും അത് നമ്മുടെ മനസ്സിൽ അതുപോലെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വലിയൊരു വിപത്താണ്, അപകടമാണ്, നമ്മുടെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന വലിയൊരു അർബുദമാണ് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ജാഹിലിയ അന്ധവിശ്വാസങ്ങളൊന്നും നമ്മുടെ ഇസ്ലാം ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനും അതിലൂടെ കരുത്താർജിക്കുവാനും അതിലൂടെ വിജയം പുലുകുവാനും നമ്മളൊക്കെ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
വ ആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.